ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തൃശ്ശൂർക്കാരന്റെ പാസ്പോർട്ടും. ഇന്ന് നമ്മള് പടയ്ക്കാൻ പോണ് എന്ത് പ്ലം കേക്ക്. ഓക്കെ, അപ്പൊ പ്ലം കേക്ക് ഉണ്ടാക്കാൻ നമ്മളോട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഡേറ്റ്സ് ഉണ്ട്, ഡ്രൈഡ് പൈനാപ്പിൾ ഉണ്ട്, ഡ്രൈഡ് ആപ്രിക്കോട്ട് ഉണ്ട്, പിന്നെ കാൻഡിഡ് ജിഞ്ചർ ഉണ്ട്, പിന്നെ കുറച്ച് ക്രാൻബെറിയും പിന്നെ നല്ല ഡാർക്ക് ഗ്രേപ്സും. അപ്പോൾ നമുക്ക് ഇതിനൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് സോക്ക് ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം. ഏകദേശം ഒരു 1/2 കിലോളം കാണും. പിന്നെ നമ്മൾ എടുത്തേക്കണത് ഇത് ക്യാപ്റ്റൻ മോർഗൻ ഡാർക്ക് റം ആണ്. നല്ല സ്വീറ്റ് ആണ്, നല്ല സ്മൂത്ത് ആണ്. പിന്നെ ഇത് സോക്ക് ചെയ്യുമ്പോൾ ഒരു സ്പൈസി നോട്ട് കൊടുക്കും ഈ ഫ്രൂട്ട്സിനൊക്കെ. പിന്നെ ഈ ഡ്രൈഡ് ഫ്രൂട്ട്സിന് ഏറ്റവും ബെസ്റ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റം ഇതാണ്. അപ്പൊ നമുക്കിത് എന്താ പറയാ, ഇതിന്റെ മോൾ ഭാഗത്തോളം ആവശ്യമുള്ളത് നമുക്ക് ഒഴിക്കാം. പൊളിയാണ്, നമുക്കതങ്ങ് ഒഴിക്കാം. ഇത് നല്ല രീതിയിൽ അങ്ങ് സോക്ക് ചെയ്ത് വെക്കാം. കാരണം ഇത് കുറച്ചധികം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ പോലെ നമ്മൾ ഇട്ട് വെച്ചേക്കാൻ ഇവിടെ ഓൾറെഡി കാണാൻ പറ്റും. അത് നല്ല രീതിയിൽ എന്താ പറയാ സെറ്റ് ആയിട്ടിരിക്കേണ്ട ഒരു കൊല്ലത്തെയാണ്. നല്ല പൊളപ്പ സാധനമാണ്. നമുക്ക് അത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കവർ ചെയ്യാം. അപ്പൊ നമ്മള് കേക്കിന്റെ പരിപാടിയിലോട്ട് പോവാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലത്തെ ഇരിപ്പുള്ള നല്ല സോക്ക് ചെയ്ത റമ്മി സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ഡ്രൈ മിക്സർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 250 ഗ്രാം മൈദ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മുടെ സ്പൈസ് മിക്സ്. സ്പൈസ് മിക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാർഡമം ഉണ്ട്, നട്ട്മഗ് ഉണ്ട്, പിന്നെ സിനമൺ സ്റ്റിക്സ് ഉണ്ട്, പിന്നെ കുറച്ച് ക്ലൗസിന്റെ പൗഡർ ഉണ്ട്. ഇത്ര സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇടുന്നത്. 250 ഗ്രാം മൈദ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാണ്. ഇനി നമ്മുടെ സ്പൈസ് മിക്സ് ഇടുക. ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ ആ ഫ്ലേവറും നമുക്ക് എന്നിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോവാം. ബാക്കിയുള്ള പരിപാടി ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു 150 ഗ്രാം ബട്ടർ ആവശ്യമുണ്ട്. അത്രത്തോളം തന്നെ ഷുഗർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിനി ഷുഗറും ബട്ടറും നല്ല രീതിയിൽ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഓരോ മുട്ട വെച്ച് ഒരു 3 മുട്ട ആഡ് ചെയ്യാണ്. ആദ്യത്തെ മുട്ട ഞാൻ നല്ല രീതിയിൽ അങ്ങ് അടിച്ചെടുക്കാം. അപ്പൊ നമ്മളുടെ ബട്ടറും ഷുഗറും എഗ്ഗും കൂടെ ബീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. ഒരു 150 ഗ്രാമോളം ഷുഗർ തന്നെ ഇവിടെ ആവശ്യമുണ്ട്. അത് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊരു 40 ml വെള്ളം ഒഴിച്ചിട്ട് അതൊരു എന്താ പറയാ സോസ് ആക്കിയിട്ട് എടുക്കാം. നല്ല രീതിയിൽ അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മള് കാരമൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടുള്ള ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂണോളം വാനില എക്സ്ട്രാക്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഫ്രഷ് വാനില ഉപയോഗിക്കാൻ പറ്റും. നമ്മളിവിടെ എക്സ്ട്രാക്ട് ആണ് ഉപയോഗിക്കുന്നത്. 2 ഡ്രോപ്പ് മതിയാവും, കാരണം നല്ല ഫ്ലേവറും നല്ല പവർഫുൾ ആണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് ഒരു 60 ml ഓറഞ്ചിന്റെ ജ്യൂസ് ആണ്, ഒരു ഷോട്ട്. പിന്നെ നമ്മൾ ഒരു ഫുൾ ഓറഞ്ചിന്റെ സെസ്റ്റ് അതും ആഡ് ചെയ്യാണ്. ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചേക്കണ കാരമൽ സിറപ്പും ആഡ് ചെയ്യും. ഒന്ന് മിക്സ് ആക്കുക. ഇനി നമുക്ക് ആ സിറപ്പ് ആഡ് ചെയ്യാം. സിറപ്പ് ആഡ് ചെയ്യാണ്. ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡർ ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണത് അരിച്ചിടാം. അപ്പൊ നമ്മൾ ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിടാൻ പോവാണ്. നമ്മൾ നേരത്തെ എന്താ പറയാ മിക്സ് ചെയ്ത് വെച്ചേക്കണത് അതങ്ങിടാം. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ എന്താ പറയാ ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്കത് റമ്മിന്ന് നമുക്ക് മാറ്റി എടുക്കാം. ഒരു കൊല്ലായിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കണാണ്. നല്ല പൊളപ്പണായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല രീതിയിൽ ഇൻഫ്യൂസ് ആയിട്ടുണ്ട് റമ്മിന്റെ ഫ്ലേവർ. പൊളി. നമുക്ക് നല്ലൊരു രീതി എന്താ പറയാ ഫിൽട്ടർ ചെയ്തെടുക്കണം. കാരണം ലിക്വിഡ് പരമാവധി കുറയ്ക്കാൻ നോക്കണം.
അപ്പൊ നമ്മൾ ഇതേ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പോവാണ്. നല്ല രീതിയിൽ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ നേരെ ഓവനിലോട്ട് പടയും. നല്ല സെറ്റപ്പ് ബാറ്റർ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പൊ നല്ല രീതിക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഫ്രൂട്ട് കേക്ക് ആവും. പ്ലം കേക്ക് ആണ്, പക്ഷെ കേക്കിന് പകരം അത് ഫ്രൂട്ട് മാത്രമാവുന്ന സാധ്യത. ബാറ്റർ സെറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാക്സ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കേക്ക് അങ്ങ് ഒഴിക്കാം. ബാറ്റർ ഒഴിക്കാം. നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. നമ്മൾ നല്ല രീതി ഫ്രൂട്ട്സ് കയറ്റിയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നല്ല സെറ്റപ്പ് ആണ്. നമുക്ക് എല്ലാ എയർ മോളിക്യൂൾസും കളഞ്ഞിട്ട് നമുക്ക് മുകളിൽ കുറച്ച് കഷ്ണണ്ടിയും കുറച്ച് ആൽമണ്ടിന്റെ ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാം. നല്ല സെറ്റ് ആയിട്ട് വരട്ടെ. പ്ലം കേക്കിന്റെ പരിപാടി ഇവിടെ തീർന്നു. ബാറ്റർ ഫുൾ സെറ്റ് ആണ്. ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. നല്ല എന്താ പറയുക റിച്ച് ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന നല്ല പൊളി സാധനമാണ്. നമുക്കിത് ഓവനിലോട്ട് മാറ്റാം. ഓവനിലേക്ക് വെക്കുമ്പോൾ നമ്മളതൊരു 160 ഡിഗ്രിയിലാണ് ഇന്റർണൽ ടെമ്പറേച്ചർ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ടത് ഓവൻ. അതൊരു 55 മിനിറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് വെക്കാം. വൺസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം കുക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പൊ നമുക്ക് ഓവനിലോട്ട് വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആണ്. നമുക്കത് വെക്കാം. കേക്ക് ഇവിടെ സെറ്റ് ആണ്. നമുക്കിത് മോൾഡിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് കേക്ക്, എന്താ പറയാ ലൈറ്റ് വെയിറ്റ് ആണ്. ക്രിസ്മസ് കേക്ക് നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഒരു പീസ് കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം. അത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നൈസ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എടുക്കാം. കിട്ടിക്കിന്റെ ഒരു രക്ഷയില്ല. പൊളി കേക്ക്. നിങ്ങൾ ക്രിസ്മസ് ഇങ്ങനെ ചെയ്ത് നോക്കാം. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കേക്കാണ്. കാരണം നമ്മള് ഓറഞ്ച് സെസ്റ്റും ഓറഞ്ചിന്റെ ജ്യൂസൊക്കെ ഉപയോഗിച്ച് ഒരു ഡിഫറെന്റ് ടച്ചോട് കൂടിയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് കേക്കാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക ക്രിസ്മസിന്. അതിന് മുന്നേ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കാരണം നിങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം നമ്മുടെ ചാനലിന്റെ താഴെ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ കേക്കും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമുക്കത് കാണാൻ പറ്റും. പുതിയ റെസിപ്പികൾ അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ നല്ലൊരു ഡിഷ് ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ സൈനിങ് ഓഫ്.